ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ SCERT പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പം അധികം ബോറടിപ്പിക്കാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉമാണ്. യൂണിറ്റ് 1 ആണ് പീലിയുടെ ഗ്രാമം. ഈ പാഠഭാഗത്ത് പറയുന്നത് അതിഥി തൊഴിലാളികളെക്കുറിച്ചാണ്. നമ്മുടെ അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലായിട്ട് അതിഥി തൊഴിലാളികൾ എത്തുന്നത്. ഇവിടെ നിന്നാണ് അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. അപ്പം ഇവരൊക്കെ കൂടുതൽ പേരും കുടുംബമായിട്ടാണ് എത്തുന്നത്. അപ്പം അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പം കുറച്ച് പൊതുവിദ്യാഭ്യാസ പദ്ധതികൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പദ്ധതിയാണ് റോഷ്നി പദ്ധതി. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം ഉറപ്പാക്കി പഠനം സുഗമമാക്കുന്നതിനുള്ള പദ്ധതിയാണിത്. പദ്ധതിയുടെ പേരെന്താണ്? റോഷ്നി പദ്ധതി. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം ഉറപ്പാക്കി പഠനം സുഗമമാക്കുന്നതിനുള്ള പദ്ധതിയാണിത്. അത് എറണാകുളം ജില്ലയിലാണ് തുടക്കം കുറിച്ചത്. റോഷ്നി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? എറണാകുളം ജില്ല. രണ്ടാമത്തെ പദ്ധതിയാണ് തൊഴിലാളികളുടെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം ഉറപ്പാക്കുന്നതിനും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും SSK മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉന്നത്. എന്താണ് ഉന്നത്? ഉന്നത് എന്ന പദ്ധതി എന്താണ് പറയുന്നത്? തൊഴിലാളികളുടെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം ഉറപ്പാക്കുന്നതിനും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും SSK മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഉന്നത്. അടുത്തതായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചെങ്ങാതി. എന്താണ് ചെങ്ങാതി? ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചെങ്ങാതി. ചെങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ഹമാരി മലയാളം. എന്താണ് ഹമാരി മലയാളം? ചെങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ഹമാരി മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. എന്താണ് അനന്യ മലയാളം? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്? അനന്യ മലയാളം. അപ്പം ഇവയൊക്കെയാണ് കുറച്ച് പൊതുവിദ്യാഭ്യാസ പദ്ധതികൾ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. രണ്ടാമത്തെ ചാപ്റ്ററാണ് ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗം. യൂണിറ്റിൻ്റെ പേരാണ് ഭക്ഷണവും മനുഷ്യരും. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദിമ മനുഷ്യരുടെ, അതായത് പണ്ട് കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദന രീതികളും ഭക്ഷണങ്ങളും ഒക്കെയാണ്. അവർ ആദ്യം ഇലകൾ, പഴങ്ങൾ, വേരുകൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ ഇവയൊക്കെയായിരുന്നു ആദിമ മനുഷ്യർ ഭക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. എന്തൊക്കെയാണ്? ഇലകൾ, പഴങ്ങൾ, വേരുകൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ. അപ്പം ആദിമ മനുഷ്യൻ്റെ ഭക്ഷണ സമ്പാദനത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഒന്നാമത്തെ ചിത്രം നോക്കും, മൃഗത്തെ വേട്ടയാടുന്നല്ലേ. രണ്ടാമത്തെ ചിത്രത്തിൽ അവർ ഭക്ഷണം ശേഖരിക്കുന്നു. മൂന്നാമത്തേതിൽ മത്സ്യം ഭക്ഷിക്കുന്നു. പ്രത്യേകതരം ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുക, വേട്ടയാടുകയും ഒക്കെ ചെയ്യുന്നല്ലേ. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. എന്തൊക്കെയാണ്? മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, ഭക്ഷണം ശേഖരിച്ചിരുന്നു, മത്സ്യം ഭക്ഷിച്ചിരുന്നു, പ്രത്യേകതരം ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പം അന്നൊക്കെ അന്നത്തേക്ക് വേണ്ടി ആവശ്യമായ ഭക്ഷണം മാത്രമാണ് അവർ കരുതിയിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ അവർ കണ്ടെത്തി. അപ്പം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം.
ഒന്നാമതായി ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, രണ്ടാമത് ജനസംഖ്യ വർധനവ്, മൂന്നാമത് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. എന്തൊക്കെയാണ്? ഭക്ഷണത്തിന് ലഭ്യതക്കുറവ്, ജനസംഖ്യ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. ശേഷം അത് കഴിഞ്ഞിട്ടാണ് അവർ തീയുടെ ഉപയോഗവും നിയന്ത്രണവുമൊക്കെ കണ്ടുപിടിക്കുന്നത്. ഭക്ഷ്യോൽപാദനം. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗമാണ് നായ. ഏതാണ് മൃഗം? നായ. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണേത്? നായ. ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങളാണ് ആടും ചെമ്മരിയാടും. ഏതൊക്കെ മൃഗങ്ങളാണ്? ആടും ചെമ്മരിയാടും. ഇത് ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങളാണെന്ത്? ആടും ചെമ്മരിയാടും. അപ്പം അതിനുശേഷമാണ് മനുഷ്യർ കൃഷിയിലേക്ക് തിരിഞ്ഞത്. അവർ ആദ്യമായിട്ട് കൃഷി ചെയ്ത വിളകൾ ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഇവയൊക്കെയാണ് മനുഷ്യർ ആദ്യമായിട്ട് കൃഷി ചെയ്ത വിളകൾ. മനുഷ്യൻ്റെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. ഇവയൊക്കെയാണ് മനുഷ്യൻ്റെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ. ഏതൊക്കെയാണ്? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അപ്പം മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ച സ്ഥലം എവിടെയാണ്? നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായതിനാലാണ് മനുഷ്യൻ നദീതടങ്ങളിൽ കൃഷി ആരംഭിച്ചത്. അപ്പം നദീതടങ്ങളിൽ കൃഷി ആരംഭിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും നദീതടങ്ങളിൽ ലഭ്യമായി. അപ്പം അതുകൊണ്ടാണ് മനുഷ്യൻ നദീതടങ്ങളിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അതിനുശേഷമാണ് അവർ കൃഷിയുടെ സമീപത്ത് തന്നെ സ്ഥിരതാമസം തുടങ്ങുകയൊക്കെ ചെയ്തത്. അങ്ങനെ മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. അപ്പം എന്തൊക്കെയാണ് അവർക്ക് കൃഷിയിടങ്ങൾ താമസിച്ചു കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാമതായിട്ട് മൺപാത്രങ്ങൾ, രണ്ടാമത് മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, മൂന്നാമത് ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ. ഏതൊക്കെയാണ്? മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ. പ്രാചീന കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം. എന്തായിരുന്നു സംസ്കാരത്തിൻ്റെ പേര്? സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടെയാണ് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര കണ്ടെത്തിയത്. എന്താണ്? ധാന്യപ്പുര കണ്ടെത്തിയ സംസ്കാരം ഏതായിരുന്നു? സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ശേഷം അവർ ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. എന്താണ് ബാർട്ടർ സമ്പ്രദായം? സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. ഇന്ത്യയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശികൾ ആരൊക്കെയാണ്? ഒന്നാമതായി റോമക്കാർ, രണ്ടാമത് ചൈനക്കാർ, മൂന്നാമത് അറബികൾ, നാലാമത് പേർഷ്യക്കാർ, അഞ്ചാമത് ജൂതർ. അപ്പം ഇന്ത്യയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശികൾ റോമക്കാർ, ചൈനക്കാർ, അറബിക്കർ, പേർഷ്യക്കാർ, ജൂതർ. ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണ്? കുരുമുളക്, ഏലം, ഇഞ്ചി, കറുവപ്പട്ട, ഗ്രാമ്പു. ഇവയൊക്കെയാണ് പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം ഏതാണ്?
പേരയ്ക്ക. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലമാണ് പേരയ്ക്ക. ഇവിടെ നമുക്ക് ചിത്രത്തിൽ വാസ്കോഡ ഗാമയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും വാസ്കോഡ ഗാമയെ അറിയാവുന്നതാണ്. നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വാസ്കോഡ ഗാമയെക്കുറിച്ച് പഠിക്കാം. ഒന്നാമതായിട്ട് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. 1497 ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത് 1498 മെയ് 20. കോഴിക്കോട്ടെ കാപ്പാടിലാണ് അദ്ദേഹം കാലുകുത്തിയത്. 1498 മെയ് 20. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ 1 അല്ലെങ്കിൽ ഡോം മാനുവൽ. ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവിൻ്റെ പേരാണ് മാനുവൽ 1 അഥവാ ഡോം മാനുവൽ. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൽഹോ. ആരാണ്? അൽവാരോ വെൽഹോ. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൽഹോ. വാസ്കോഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തി. അദ്ദേഹം എന്നാണ് ലിസ്ബണിൽ എത്തിയ വർഷം? 1499. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിച്ചപ്പോൾ ലഭിച്ചത്. അപ്പം ഇവിടെ നിന്ന് കൊണ്ടുപോയത് മാത്രമല്ല, മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫലവൃക്ഷങ്ങളും ധാന്യങ്ങളും ഒക്കെ നമ്മുടെ ഇന്ത്യയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തേതാണ് പേരയ്ക്ക എന്ന് പറയുന്നത്. പേരയ്ക്കയുടെ ശാസ്ത്രീയ നാമം സൈഡിയം ഗുജാവ. എന്താണ്? സൈഡിയം ഗുജാവ. അതിൻ്റെ ജന്മദേശം മെക്സിക്കോ. പേരയ്ക്കയുടെ ജന്മദേശം ഏതാണ്? മെക്സിക്കോ. ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. പേരയ്ക്കയുടെ ശാസ്ത്രീയ നാമം സൈഡിയം ഗുജാവ, ജന്മദേശം മെക്സിക്കോ, ഇന്ത്യയിൽ എത്തിച്ച വിദേശികളാണ് പോർച്ചുഗീസുകാർ. രണ്ടാമത്തേത് പപ്പായ. പപ്പായയുടെ ശാസ്ത്രീയ നാമം കരിക്ക പപ്പായ. എന്താണ്? കരിക്ക പപ്പായ. ജന്മദേശം മെക്സിക്കോ. ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. പപ്പായയുടെ ശാസ്ത്രീയ നാമം കരിക്ക പപ്പായ, ജന്മദേശം മെക്സിക്കോ, ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ. മൂന്നാമത്തേത് കൈതച്ചക്ക. അനനാസ് കൊമോസസ്. എന്താണ്? അനനാസ് കൊമോസസ്. ജന്മദേശം ബ്രസീൽ. ഇന്ത്യയിൽ എത്തിച്ച വിദേശികളാണ് പോർച്ചുഗീസുകാർ. നാലാമത്തേത് കശുവണ്ടി. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് അനാകാർഡിയം ഓക്സിഡൻ്റൽ. എന്താണ്? അനാകാർഡിയം ഓക്സിഡൻ്റൽ. അതിൻ്റെ ജന്മദേശം ബ്രസീൽ. ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. അഞ്ചാമത്തെ മരച്ചീനി. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് യൂട്ടിലിസിമ. എന്താണ്? മാനിഹോട്ട് യൂട്ടിലിസിമ. ഇതിൻ്റെ ജന്മദേശം അമേരിക്ക. ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ. അടുത്തത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൻ്റെ ശാസ്ത്രീയ നാമം സൊളാനം ട്യൂബറോസം. എന്താണ്? സൊളാനം ട്യൂബറോസം. ഇതിൻ്റെ ജന്മദേശമാണ് പെറു. ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ. ഇപ്പോൾ പഠിച്ചല്ലോ കാർഷിക വിളകൾ, അവയുടെ ശാസ്ത്രീയ നാമം, ജന്മദേശം, ഇന്ത്യയിൽ എത്തിച്ച വിദേശികളൊക്കെ പഠിച്ചല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അതിൽ കൊടുത്തേക്കുന്നത് എന്താണ്? മിശ്രഭോജനം. മിശ്രഭോജനം നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒട്ടനവധി അസമത്വങ്ങൾ പണ്ട് കാലത്ത് നിന്നിരുന്നു. അപ്പം അവയൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടത്തിയൊരു സംഭവമാണ് എന്ത്? മിശ്രഭോജനം. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം ഏതാണ്? 1917 മെയ് 29. 1917 മെയ് 29. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി. ഇതാണ് എറണാകുളം ജില്ലയിലെ ചെറായി. 2017 കേരള ഗവൺമെൻറ് 100ാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് എന്ത്? മിശ്രഭോജനം. 2017 കേരള ഗവൺമെൻറ് 100ാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ്
മിശ്രഭോജനം. മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യാഥാസ്ഥിതികർ സഹോദരൻ അയ്യപ്പനെ വിളിച്ചത് പുലയൻ അയ്യപ്പൻ. മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യാഥാസ്ഥിതികർ സഹോദരൻ അയ്യപ്പനെ വിളിച്ചത് പുലയൻ അയ്യപ്പൻ. മിശ്രഭോജനത്തിനെ പോലെ തന്നെയാണ് വേറെ രണ്ട് സാമൂഹിക മുന്നേറ്റങ്ങൾ കൂടെ ഉണ്ട്. ഒന്നാമത്തേത് പന്തിഭോജനം. പന്തിഭോജനം സംഘടിപ്പിച്ചത് തൈക്കാടയ്യ. രണ്ടാമത്തേത് സമപന്തി ഭോജനം, അത് സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. അപ്പം മിശ്രഭോജനം ആരാണ്? സഹോദരൻ അയ്യപ്പൻ. രണ്ടാമത്തേത് പന്തിഭോജനം ആരാണ്? തൈക്കാട് അയ്യ. മൂന്നാമത്തേത് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. മറന്നുപോകരുത്. ശേഷം നമുക്ക് ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് നോക്കാം. ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത് ഏത് വർഷമാണ്? 1943 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണം. ഒന്നാമത്തേതായി ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണം. രണ്ടാമത് ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി നെൽകൃഷിക്കുണ്ടായ നാശം. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി നെൽകൃഷിക്കുണ്ടായ നാശം. ഈ രണ്ട് കാരണമാണ് ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൻ്റെ കാരണങ്ങൾ. അതിൽ ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെടുകയും ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ഏതാണെന്നറിയാമോ? കുടുംബശ്രീ മിഷൻ. എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. ഇത് ആരംഭിച്ച വർഷം 1998 മെയ് 17. ഏതാണ്? 1998 മെയ് 17. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? AB വാജ്പേയി, കോട്ടക്കുന്ന്, മലപ്പുറം. AB വാജ്പേയി ആണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എവിടെ വെച്ചാണ്? കോട്ടക്കുന്ന്, മലപ്പുറം. ഇപ്പം ലോക ഭക്ഷ്യദിനം എന്നാണ് ആചരിക്കുന്നത്? ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം ആചരിക്കുന്നത് ഒക്ടോബർ 16. അത് ആദ്യമേ ആചരിച്ചതെന്നാണ്? 1981 ലോക ഭക്ഷ്യദിനം ആദ്യമായിട്ട് ആചരിച്ചത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2013 ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമം ഏതാണ്? ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. എന്നാണ് നിലവിൽ വന്നത്? 2013. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത് എന്ന്? 2013 സെപ്റ്റംബർ 12. ഓക്കെ, സെപ്റ്റംബർ 12 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത്. ഇനി 2023 അന്താരാഷ്ട്ര വർഷം എന്തായിട്ടാണ് ആചരിക്കുന്നത്? ചെറുധാന്യ വർഷം. അപ്പം 2023 അന്താരാഷ്ട്ര വർഷം ആചരിക്കുന്നത് ചെറുധാന്യ വർഷം. നമുക്ക് കുറച്ച് അന്താരാഷ്ട്ര വർഷങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. 2024 എന്ത് വർഷമായിട്ടാണ് ആചരിച്ചത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. അതായത് 2024 ആചരിച്ചത് അന്താരാഷ്ട്ര ഒട്ടക വർഷം. 2025 അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. രണ്ടാമത് അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം. 2025 അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം, അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം. 2026 മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. ഒന്നുകൂടെ പറയാം. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. 2026 ആചരിക്കുന്നതിൽ മറ്റൊന്നാണ് സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. മൂന്നാമത്തേത് അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. ഈ മൂന്ന് വർഷങ്ങളാണ് നമ്മുടെ 2026 ആചരിക്കുന്നത്. 2023 എന്തായിട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം.
ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്താണ്? ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇവയുടെ ലക്ഷ്യം. പുല്ല് വർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് എന്ത്? ചെറുധാന്യങ്ങൾ. ഉദാഹരണമായി ജോവർ, റാഗി, ബാർലി, തെന തുടങ്ങിയവയാണ് ചെറുധാന്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഇവയുടെ നമുക്കൊരു കണക്റ്റഡ് ഫാക്റ്റ് പഠിക്കാം. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്ന് അറിയപ്പെടുന്നത് ഖാദർ വാലി. ആരാണ് ഖാദർ വാലി? ഇന്ത്യയുടെ മില്ലറ്റ് മാൻ. ഇന്ത്യയുടെ മില്ലറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ലഹരിബായ്. ആരാണ്? ലഹരിബായ്. ഇന്ത്യയുടെ മില്ലറ്റ് വുമൺ എന്നറിയപ്പെടുന്നതാണ് ലഹരിബായ്. അപ്പം നമ്മുടെ സാമൂഹ്യശാസ്ത്രത്തിലെ 2 ചാപ്റ്ററുകൾ നമ്മളിന്ന് പഠിച്ചു. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും കമൻസ് ഇടണം. ഇങ്ങനെ മതിയോ, അത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എല്ലാവരും കമൻസ് ഇട്ട് അറിയിക്കണം. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.